യുഎയിൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ശിശു സംരക്ഷണ നിയമം അംഗീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ഉത്തരവിട്ടു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പുറപ്പെടുവിച്ച ഫെഡറൽ നിയമം വുദീമ നിയമം എന്നാണ് അറിയപ്പെടുക. അച്ഛന്റെയും രണ്ടാനമ്മയുടെയും തുടർച്ചയായ പീഡനങ്ങളെ തുടർന്ന് 2011 വുദീമ എന്ന പെൺകുട്ടി മരിക്കാനിടയായ സാഹചര്യത്തിലാണ് അതേ പേരിൽ നിയമം ഉണ്ടാകുന്നത്. കുട്ടികളുടെ സാമൂഹികവും വ്യക്തിപരവും മതപരവുമായ താൽപര്യങ്ങളെ സംരക്ഷിക്കുകയും ബാഹ്യ ഇടപെടലുകളിൽ നിന്നും പരിരക്ഷ നൽകുകയും നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. അറബ് യുവാക്കൾ ജീവിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യം യുഎഇ സർവേ റിപ്പോർട്ട്. 16 രാജ്യങ്ങളിലെ 3500 യുവാക്കൾക്കിടയിൽ അസ്ദ ബേഴ്സൺ മാസ്റ്റലർ എന്ന ഏജൻസി നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത്. തുടർച്ചയായി 5ാം തവണയാണ് രാജ്യം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ട്വിറ്ററിലൂടെ ഇക്കാര്യം പുറത്തുവിട്ട യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രാജ്യത്തിൽ വിശ്വാസമർപ്പിച്ച യുവാക്കൾക്ക് നന്ദി പറഞ്ഞു. സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷ യുവാക്കളും വികസന മാതൃകയായി ഉയർത്തിക്കാണിക്കുന്നത് യുഎഇ ആണ്. 22% യുവാക്കളാണ് യുഎഇയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തുന്നതിന് അന്താരാഷ്ട്ര കമ്പനിയുമായി ധാരണയിൽ എത്തിയതോടെ സൗദിയിൽ ആരോഗ്യ മേഖലയിൽ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 3026 വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത്. വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തുന്നതിന് അന്താരാഷ്ട്ര കമ്പനിയുമായി ധാരണയിൽ എത്തിയതോടെ സൗദിയിൽ ആരോഗ്യ മേഖലയിൽ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി ജോലി ചെയ്യുന്നവരുടെ എണ്ണം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ 2-3 വ്യാജ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. സൗദിക്ക് പുറത്തുനിന്ന് ഹെൽത്ത് കമ്മീഷൻ യോഗ്യതാ പരീക്ഷയ്ക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനും അർഹത മനസ്സിലാക്കുന്നതിനുമായി താമസിയാതെ മുവാരിസ് എന്ന പേരിൽ പുതിയ സമ്പ്രദായം നടപ്പിലാക്കും. കഴിഞ്ഞ 20 വർഷത്തിനിടെ 3026 വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത്. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടെത്തുന്നതിന് 2 വർഷം മുൻപ് ഡാറ്റാഫ്ലോ എന്ന കമ്പനിയുമായി ധാരണയിൽ എത്തിയതോടെ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഉറവിടത്തിൽ ചെന്ന് അവയുടെ നിജസ്ഥിതി മനസ്സിലാക്കി കമ്മീഷനും റിപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പനിയുടെ പ്രത്യേകത. ലോകത്ത് പല മേഖലകളിലും കമ്പനിക്ക് ശാഖകളുണ്ട്. അതുകൊണ്ട് അന്വേഷണം ആയാസരഹിതമായി നടത്താൻ കഴിയും. വ്യാജ സർട്ടിഫിക്കറ്റുകാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല. ഇതുവരെ കണ്ടെത്തിയ വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ കൂടുതലും നഴ്സിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടേതാണ്. 1838 സർട്ടിഫിക്കറ്റുകളാണ് ഈ വിഭാഗക്കാരുടേതായി കണ്ടെത്തിയത്. 2ാം സ്ഥാനത്ത് മറ്റു ടെക്നീഷ്യന്മാരാണ്. 602 സർട്ടിഫിക്കറ്റുകളാണ് ഈ ഗണത്തിൽ കണ്ടെത്തിയത്. ഡെന്റൽ ഡോക്ടർമാരുടെ 384 സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 11 വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടും. ന്യൂസ് ബ്യൂറോ, ദമാം. കുവൈറ്റിൽ കുറ്റകൃത്യങ്ങളും കളവുകളും കുറഞ്ഞതായി കണക്കുകൾ. 2015 കണക്ക് പ്രകാരം കുവൈറ്റിൽ കുറ്റകൃത്യങ്ങളുടെയും കളവുകളുടെയും എണ്ണം കുറഞ്ഞതായി പ്രാദേശിക ദിനപത്രം അൽ ഷഹദ് റിപ്പോർട്ട് ചെയ്തു. റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന്റെ കണക്ക് പ്രകാരം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിക്കുന്ന പദ്ധതി പൂർത്തിയായാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഇനിയും കാര്യമായ കുറവ് സംഭവിക്കും. 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന കുവൈറ്റിലെ കെഫാക് അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മെഷ്രിഫിലെ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ് നിർവഹിച്ചത്. ആദ്യ മത്സരത്തിൽ കിരീടം നിലനിർത്താൻ ഇറങ്ങിയ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ ഏകപക്ഷീയമായ 2 ഗോളിന് കണ്ണൂർ പരാജയപ്പെടുത്തി. ഈ മാസം 17-നകം വിരലടയാളം നൽകാത്തവരുടെ മൊബൈൽ ഫോൺ കണക്ഷനുകൾ റദ്ദു ചെയ്തേക്കുമെന്ന് സൗദി ടെലികോം അതോറിറ്റി. മൊബൈൽ ഫോൺ വരിക്കാർക്ക് വിരലടയാളം നൽകാനുള്ള സമയപരിധി വരുന്ന മെയ് ആദ്യവാരം നീട്ടിക്കൊടുത്തേക്കാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുണ്ട്. 17-നകം വിരലടയാളം നൽകാത്തവരുടെ മൊബൈൽ ഫോൺ കണക്ഷനുകൾ റദ്ദു ചെയ്തേക്കുമെന്ന് സൗദി ടെലികോം അതോറിറ്റിയിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ബയോമെട്രിക് വിവരങ്ങൾ നൽകാത്തവരുടെ മൊബൈൽ ഫോൺ കണക്ഷനുകൾ 15 ദിവസത്തേക്ക് റദ്ദു ചെയ്യാനാണ് തീരുമാനം. മൊബൈൽ ഫോൺ വരിക്കാർക്ക് വിരലടയാളം നൽകാനുള്ള സമയപരിധി വരുന്ന മെയ് ആദ്യവാരം നീട്ടിക്കൊടുക്കാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. പോസ്റ്റ്പെയ്ഡ് രീതിയിൽ കണക്ഷൻ എടുത്തവർക്ക് വിരലടയാളം നൽകൽ നിർബന്ധമില്ലെങ്കിലും രണ്ടാമതൊരു കണക്ഷനോ മറ്റ് സേവനങ്ങളോ ആവശ്യമായി വരികയാണെങ്കിൽ വിരലടയാളം നൽകേണ്ടിവരും. കഴിഞ്ഞ ഫെബ്രുവരി 21 മുതൽക്കാണ് രാജ്യത്തെ എല്ലാ മൊബൈൽ ഫോൺ വരിക്കാർക്കും വിരലടയാളം നൽകണമെന്ന വ്യവസ്ഥ നിർബന്ധമാക്കിയത്. സ്വദേശികൾക്ക് അവരുടെ തിരിച്ചറിയൽ രേഖ പ്രകാരവും വിദേശികൾക്ക് ഇഖാമയോടെയോ ഹവ്യത്ത് മുഖീമിന്റെയോ നമ്പറും ഹജ്ജ് ഉംറ വിസകളിലും സന്ദർശന വിസകളിലും വരുന്നവർക്ക് ജവാസത്ത് നൽകുന്ന നമ്പറുകളിലുമാണ് കണക്ഷൻ നൽകുക. രാജ്യത്തിന്റെ സുരക്ഷയും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് മൊബൈൽ കണക്ഷനുകൾക്ക് വിരലടയാളം നിർബന്ധമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ദമാം.
തെക്കേപ്പുറം FC ഡി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബെനിഫിറ്റിനെ പരാജയപ്പെടുത്തി ഐഡിയ ലിങ്ക് ജേതാക്കളായി. ടൈ ബ്രേക്കറിലൂടെയാണ് ഐഡിയ ലിങ്ക് ജേതാക്കളായത്. സ്കോർ 3-1. മാൻ ഓഫ് ദി മാച്ചായി മിഷാലും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഹംദാനും തെരഞ്ഞെടുക്കപ്പെട്ടു. ദമാം നവോദയയുടെ കുടുംബസഹായ വിതരണം നാളെ. കൊട്ടാരക്കരയിൽ മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബിയാണ് കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്യുക. നവോദയ അംഗമായിരിക്കെ മരിച്ച 7 പേർക്കും 2015 സെപ്റ്റംബർ 1 UAE അതിർത്തിയായ ഷൈബയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവർക്കും കുടുംബസഹായ വിതരണം ചെയ്യും. കൊല്ലം കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് ഏപ്രിൽ 14 വൈകിട്ട് 3 മണിക്ക് മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി കുടുംബസഹായം വിതരണം ചെയ്യും. ചടങ്ങിൽ CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S സുദേവൻ, അഡ്വക്കേറ്റ് ഐഷ പോറ്റി MLA, കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു, കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള തുടങ്ങിയവരും നവോദയ കേന്ദ്ര എക്സിക്യൂട്ടീവ് നേതാക്കളായ പ്രസന്നൻ പന്തളം, ജിൻസ് ലൂക്കോസ്, ദമാം ടൗൺ നവോദയ സാമൂഹ്യക്ഷേമ കൺവീനർ ആയുബ് കൊടുങ്ങല്ലൂർ, സുരേഷ് ഹരിപ്പാട്, സിദ്ദിഖ് എടപ്പാൾ കൂടാതെ നവോദയ മുൻ രക്ഷാധികാരി സുരേഷ് പരുമല തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. ജുബൈൽ നവോദയ അംഗങ്ങളായിരിക്കെ മരിച്ച കോട്ടയം സ്വദേശി സാബു ജോൺ, പത്തനംതിട്ട സ്വദേശി ജോണിക്കുട്ടി, തൃശൂർ സ്വദേശി ഡേവിഡ്, ദമാം ടൗൺ നവോദയ അംഗങ്ങളായിരിക്കെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ശിവകുമാർ, മലപ്പുറം സ്വദേശി മുഹമ്മദ് KV, കൊല്ലം സ്വദേശി താജുദ്ദീൻ, ദല്ല നവോദയ അംഗമായിരിക്കെ മരിച്ച കൊല്ലം സ്വദേശി രവീന്ദ്രനും കൂടാതെ തിരുവനന്തപുരം സ്വദേശി ശിവകുമാർ, കൊല്ലം സ്വദേശി രവീന്ദ്രൻ, കൊല്ലം സ്വദേശി തുളസീധരൻ, കൊല്ലം സ്വദേശി സന്തോഷ് കുമാർ, ആലപ്പുഴ സ്വദേശി നൂഹ്മാൻ എന്നിവർക്കും ഫണ്ട് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദമാം. നവോദയ സാംസ്കാരിക വേദി അൽ ഹസായിരിയ പ്രവാസി സംഗമം പരിപാടികളുടെ വൈവിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും വ്യത്യസ്തമായി. വിവിധ മേഖലാ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭക്ഷ്യസ്റ്റാളുകളിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായി. നൃത്തങ്ങൾ, സംഗീതം, ഏകാഭിനയം, ദൃശ്യാവിഷ്കാരം തുടങ്ങി വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് കൊഴുപ്പേകി. കുവൈറ്റിലെ കുവൈറ്റ് വയനാട് അസോസിയേഷൻ 1ാം വാർഷികം വിവിധ കലാപരിപാടികളോട് ആഘോഷിച്ചു. അബ്ബാസിയ ചാംചൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വർക്കിംഗ് പ്രസിഡന്റ് അക്ബർ വയനാട് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കരമന തുണ്ടുചാരുമൂട്ടവിള വീട്ടിൽ ബിജുവിനുള്ള ചികിത്സാ സഹായം വെസ്കോസ മലയാളി അസോസിയേഷൻ കൈമാറി. സൗദി അറേബ്യയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുകയായിരുന്നു ബിജു. ശരീരം തളർന്ന് അനങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത വിധത്തിലാണ് ബിജു ഇപ്പോൾ. ഈ സാഹചര്യത്തിലാണ് WMA സഹായം കൈമാറിയത്. ചടങ്ങിൽ ധനുഷ് കോടി, ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. പരവൂർ വെടിക്കെട്ട് അപകടം അന്വേഷിക്കുന്ന സംഘം ADMനെ ചോദ്യം ചെയ്യും. വെടിക്കെട്ടിന് ADM വാക്കാൽ അനുമതി നൽകിയെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം ADM നിഷേധിച്ചു. അതിനിടെ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. 8-ാം തീയതി താൻ നൽകിയ നിരോധന ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത പോലീസിനാണെന്നിരിക്കെ അത് ലംഘിക്കപ്പെട്ടുവെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കൊല്ലം ADM ഷാനവാസ് രംഗത്തെത്തി. ഇതായത് വളരെ കൃത്യമായി രേഖാമൂലം കൊടുത്ത ഒരു ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് 8-ാം തീയതി തന്നെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കും മറ്റവർക്കും എല്ലാം ഇത് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്കറിയാവുന്നതാണ്. 100-ലധികം പോലീസും ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തുണ്ടായിട്ടും ആരും തന്നെ നിയമലംഘനം നടക്കുന്നുവെന്ന് തന്നെ അറിയിച്ചില്ലെന്ന് ADM ചൂണ്ടിക്കാട്ടി. തഹസിൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ നിയമപരമായി നടപടി സ്വീകരിക്കാമെന്നല്ലാതെ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള യാതൊരു സംവിധാനവും അവർക്കില്ലെന്നും ADM പറഞ്ഞു. എന്നെ ഒന്ന് ഫോണിൽ ട്രേസ് ചെയ്യാനും എന്നോട് നേരിട്ട് ഈ ഒരു സത്യാവസ്ഥ വിളിച്ചറിയിക്കാൻ അവിടെ SI മുതൽ CI, DYSP, SP ബാക്കിയുള്ള അസംഖ്യം ഏതാണ്ട് 100 ചിലവാനും ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സത്യാവസ്ഥ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നതിൻ്റെ ഫോൺ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു തെളിവെടുക്കേണ്ട കാര്യം എന്താണ്? അതേസമയം പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ FIRന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. മത്സരക്കമ്പമാണ് നടന്നതെന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ അത് വകവെക്കാതെ അമ്പല കമ്മിറ്റി ഭാരവാഹികളായ 1, 2, 3 പ്രതികൾ 5, 6 പ്രതികളായ കരാറുകാരെ കൊണ്ട് മത്സരക്കമ്പത്തിന് തിരികൊളുത്തിച്ചുവെന്ന് FIRൽ പോലീസ് ആരോപിക്കുന്നു. മാത്രമല്ല പ്രതികൾ മത്സരക്കമ്പത്തിന് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചുവെന്നും FIRൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദഗ്ധർ പരവൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു.
രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനമോൾക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ രൂക്ഷ വിമർശനം. കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. അപകടത്തിന്റെ ഉത്തരവാദി പോലീസെന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ദുരന്തത്തിന് വഴിവെച്ചത് പോലീസിന്റെ അലംഭാവവും വീഴ്ചയുമാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് മത്സര വെടിക്കെട്ട് നടന്നത് എന്നീ കാര്യങ്ങൾ വിശദമാക്കിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ഷൈനാമോൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. പക്ഷേ കളക്ടറുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിസഭായോഗം കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കളക്ടർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ജുഡീഷ്യൽ അധികാരം പോലും ഉപയോഗിക്കാതെ കളക്ടർ പോലീസിന്റെ മേൽ കുതിര കയറുന്നത് ശരിയല്ലെന്നും മന്ത്രിസഭായോഗത്തിൽ പ്രതികരണമുണ്ടായി. കളക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല. ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനാണ് കളക്ടർ ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദുരന്തത്തിൽ പോലീസിന്റെ വീഴ്ച വിശദമാക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടും മന്ത്രിസഭായോഗം ചർച്ചയ്ക്കെടുക്കാതെ ഒഴിവാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു. അതേസമയം സർക്കാരിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കാൻ കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉയർത്തി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ച കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് ഇതോടെ വ്യക്തമാവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ ദുരന്തത്തിൽ കാണാതായവരുടെയും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെയും DNA പരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് DNA സാമ്പിളുകൾ ശേഖരിക്കുന്നത്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശോധന നടക്കുക. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ തിരിച്ചറിയാനാകാത്ത വിധം 9 മൃതദേഹങ്ങളും 11 ശരീരഭാഗങ്ങളുമാണ് ഉള്ളത്. ഇവയുടെയെല്ലാം DNA സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. വെടിക്കെട്ടുണ്ടായ ശേഷം കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കും. ഇതിന് ജില്ലാ ആശുപത്രിയിൽ തന്നെ കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട്. തുടർന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് DNA പരിശോധന നടക്കുക. വുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ റിലേറ്റീവ്സിന് എല്ലാം വന്ന് അവരുടെ ഈ DNA സാമ്പിൾ ശേഖരിച്ച് നമ്മുടെ കൈവശമുള്ള മൃതദേഹങ്ങളിൽ നിന്നും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും DNA ശേഖരിച്ച് ഇത് പരിശോധന നടത്തി ഈ മരണപ്പെട്ടത് അവരെ കണ്ടുപിടിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് 7 പേരുടെ DNA സാമ്പിളുകളാണ് ശേഖരിച്ചത്. 16 പേരെയാണ് കാണാതായതായി പരാതിയുള്ളത്. സാമ്പിളുകൾ ചേർന്നാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അപകടത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് DGP TP സെൻകുമാർ. പോലീസിന്റെ ഈ നിലപാട് DGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന് മുന്നോടിയായാണ് AG നിലപാട് അറിയിച്ചത്. വെടിക്കെട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെന്ന് DGP വ്യക്തമാക്കി. വെടിക്കെട്ടിന് അനധികൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും DGP വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ടിന് നിബന്ധനകൾ കർശനമാക്കി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. നിയമവിധേയമായ അളവിലെ വെടിമരുന്ന് സൂക്ഷിക്കാനാവൂ എന്നും വെടിപ്പുരയുടെ താക്കോൽ തഹസിൽദാർക്ക് കൈമാറണമെന്നും നിർദ്ദേശം. വെടിക്കെട്ട് നടത്തിപ്പിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ഭാരവാഹികൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ തുടരവെയാണ് നിബന്ധനകൾ കർശനമാക്കി ജില്ലാ കളക്ടർ A രതീശന്റെ ഉത്തരവിറങ്ങിയത്. അനുവദനീയമായ അളവിലെ വെടിമരുന്ന് സൂക്ഷിക്കാനാകുമെന്ന് ഇരു ദിവസങ്ങളും ഉറപ്പുവരുത്തണം. വെടിമരുന്ന് പുരയുടെ പൂർണ്ണ നിയന്ത്രണം ഉദ്യോഗസ്ഥരിലും എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിലുമായിരിക്കും.
റവന്യൂ, പോലീസ്, എക്സ്പ്ലോസീവ്, ദേവസ്വം അധികൃതരുടെ സാന്നിധ്യത്തിൽ മാത്രമേ വെടിക്കെട്ട് പുര തുറക്കാനാവൂ. വെടിമരുന്നുകൾ സംബന്ധിച്ച കൃത്യമായ രേഖകൾ ദേവസ്വം സൂക്ഷിക്കണം. ദുരന്ത നിവാരണ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കളക്ടർ എ രതീശിന്റെ ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവ് പ്രതികൂലമായ സാഹചര്യത്തിൽ പൂരം ചടങ്ങിൽ മാത്രമായി ഒതുക്കേണ്ടി വരുമെന്ന ദേവസ്വങ്ങൾ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് കളക്ടർ നിബന്ധനകൾ കർശനമാക്കിയത്. അതേസമയം പൂരം മുടങ്ങരുതെന്ന തൃശൂർ അതിരൂപതാ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവന ഇറക്കി. പൂരം നടത്തിപ്പ് തടസ്സപ്പെട്ടാൽ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കറുത്ത അധ്യായമാകുമെന്ന് ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. രാത്രി വെടിക്കെട്ട് സംബന്ധിച്ച കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങുകൾ മാത്രമാക്കാൻ പൂര സംഘാടക സമിതിയുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിലാകും പൂരം ചടങ്ങുകൾ മാത്രമാക്കുന്നത്. സംഘാടക സമിതിയുടെ ഈ തീരുമാനം ഹൈക്കോടതി അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഭരണം സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിൽ അനുഭവിക്കാനാകണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്ന് പിണറായി വിജയൻ. കൈരളി ടിവിയും ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പിണറായി. കൈരളി ടിവി എം ഡി ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായിരുന്നു. വികസനം, അഴിമതി തുടങ്ങി മദ്യനയം വരെ സമസ്ത വിഷയങ്ങളും പരിപാടിയിൽ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തി മാനിഫെസ്റ്റോയ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യ ഭാഗത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അതിഥിയായി എത്തി. പ്രമുഖരുടെ ഒരു നിര തന്നെ പിണറായിയുമായി സംവദിക്കാൻ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ എത്തിയിരുന്നു. വികസനം, അഴിമതി തുടങ്ങി മദ്യനയം വരെ ചർച്ചയായി. വികസിത കേരളം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച് സുവ്യക്തമായ നിലപാടാണ് പിണറായി പങ്കുവച്ചത്. ഒരു IT സ്ഥാപനം ഒരിടത്ത് ആരംഭിക്കുന്നു വിചാരിക്കുക. അങ്ങനെ ആരംഭിക്കണമെങ്കിൽ അതിനാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ വികസിക്കണം. അതില്ലെങ്കിൽ വെറുതെ കമ്പനി വരണമെന്ന് വിചാരിച്ചാൽ കമ്പനി വരില്ല. പുതിയൊരു കോറിഡോറിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ളൊരു കോറിഡോർ. അതെ, അതുപോലെ LDFന്റെ മാനിഫെസ്റ്റോ വരുമ്പോൾ കുറെ കൂടി വ്യക്തത വരും അത്തരം കാര്യങ്ങളിൽ. വികസനത്തോടൊപ്പം ജനക്ഷേമവും മുഖ്യ കടമയാണെന്ന് പിണറായി പറഞ്ഞു. കൈരളി ടിവി MD ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായിരുന്നു. ദുർബലരായ വിഭാഗങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള അതിനുള്ളൊരു എംഫസൈസ്, അത് LDF എപ്പോഴും അതിനാണ് മുൻഗണന കൊടുക്കുക. ഇതേവരെ അങ്ങനെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഈ ഇന്നത്തെ അവസ്ഥയിൽ ദുർബലര് കൂടുതൽ ദുർബലരായി പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യത്തോടെ തന്നെ ആ വിഭാഗത്തെ പുനരുദ്ധരിക്കാനുള്ള നടപടികൾ LDF സ്വീകരിക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. ആചാരവും അനുഷ്ഠാനങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്നുമായിരുന്നു ആവശ്യം. ഇക്കാര്യം അമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാമമൂർത്തി പിന്തുണച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത്. സ്ത്രീ പ്രവേശന നിലപാട് പിന്തുണയ്ക്കുന്ന അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ വാദം തിങ്കളാഴ്ച കേൾക്കും. ഏഷ്യാനെറ്റ് MD K മാധവൻ സ്റ്റാർ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതരായി. നിലവിൽ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗവും കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റുമാണ്.